ഭീമ കോടതിയെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച് നിർത്തിയത്. കഴിഞ്ഞ ആഴ്ച കാണിക്കാത്ത ഒരു ചിത്രം ഞാൻ കാണിച്ചുവെന്ന് മാത്രം. പേർ വിളിക്കുമ്പോൾ ഓരോരുത്തരെ മുൻപിലേക്ക് വിടത്തക്കവണ്ണം വെള്ളവസ്ത്രം ധരിച്ച ഒരു ദൂതനെയാണത് ചിത്രീകരിക്കുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കി ഓരോരുത്തരെ വീതം കയറ്റി വിടുവാൻ നിൽക്കുകയാണ്. ഒരു റിവിഷനിലൂടെ ഞാൻ അതിവേഗം പോകുകയാണ്. എന്തിനാണ് ഇങ്ങനെ കൂടെ റിവിഷൻ എടുക്കുന്നത്? ഇത് 2 പ്രാവശ്യമെങ്കിലും പറഞ്ഞതല്ലേ, ഇന്ന് പുതിയതിലേക്ക് കയറിക്കൂടെ? ഒരു ചോദ്യമാണ്. നല്ല കാര്യം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് പോകുന്നത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാനൊരു ഭിക്ഷക്കാരൻ്റെ കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പഞ്ചാബിലെ ഒരു റിമോട്ട് കോർണറിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒരു എയർഫോഴ്സ് ക്യാമ്പിൽ പാർക്കുന്ന സമയം ഒരു ദിവസം വൈകിട്ട് ആഹാരം കഴിഞ്ഞ ശേഷം 2-3 എന്നേക്കാൾ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം ഉണ്ട്, 2-3 പേർ നടക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങി. ക്യാമ്പിൻ്റെ വെളിയിലൂടെ വന്നപ്പോൾ ഒരു മലയാളി ഞങ്ങളുടെ പുറകെ വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, സാറേ 1 രൂപ തരണേ സാറേ. അക്കാലത്ത് ഭിക്ഷക്കാർക്ക് 5 പൈസയാണ് വിധിച്ചിരിക്കുന്നത്. മേ ബി 10 പൈസ കൊടുക്കുന്നവരുണ്ട്. 1 രൂപ കൊടുക്കുന്ന ഒരാൾ പോലും കാണത്തില്ല. പണ്ട് ഇതേതാണ്ട് 40-50 വർഷത്തിന് പുറകിലത്തെ ചരിത്രമാണ്. അതെ, ഏറെക്കുറെ 50 വർഷത്തിന് പുറകിലത്തെ ചരിത്രമാണ്. 40 വർഷം പുറകിലെ ചരിത്രമാണ്. അന്ന് ആരും 1 രൂപ ഭിക്ഷക്കാരന് കൊടുക്കുന്ന പതിവില്ല. ഇയാൾ പുറകെ ഇറങ്ങി, സാറേ 1 രൂപ സാറേ. അപ്പം ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഒരാൾ പറഞ്ഞു, ഇല്ലടൂ പോടൂ എന്ന് പറഞ്ഞു. സാറേ അങ്ങനെ പറയാതെ സാറേ 1 രൂപ കൊടു സാറേ. 2ാമത് പറഞ്ഞു, 3ാമത് പറഞ്ഞു, 4ാമത് പറഞ്ഞു. ഇയാൾ പോകുന്നില്ല. ഒരു 4-5 പ്രാവശ്യം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്ന്, പറഞ്ഞുകൊണ്ടിരുന്ന ആളിന് ദേഷ്യം വന്ന് പുറകോട്ട്, നിന്നോടല്ലേടാ പറഞ്ഞത് പോകാൻ പറഞ്ഞത്? 100 പ്രാവശ്യം നിന്നോട് പറഞ്ഞില്ലേടാ ഇല്ലെന്ന്? അദ്ദേഹം തിരിച്ചൊരു വാചകം, സാറേ അങ്ങനെ കോപിക്കാതെ സാറേ, 100 പ്രാവശ്യം സാറ് പറഞ്ഞ് തരത്തില്ലെന്ന്, 101ാം പ്രാവശ്യമാണ് തരാൻ തോന്നിയതെങ്കിൽ അതുകൊണ്ടങ്ങ് ചോദിച്ചതാണ് സാറേ. എനിക്കൊരാവശ്യം. അങ്ങേര് തന്നെ പോക്കറ്റിൽ നിന്ന് ഉടൻ 1 രൂപ എടുത്തു കൊടുത്തു. ഞങ്ങളെല്ലാം കൊടുത്തു. ഞാൻ എന്തിനാ പിന്നെ ഈ റിവിഷൻ കാര്യങ്ങൾ ആവർത്തിക്കുന്നത്? ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിക്കാത്തവരെ അടുത്ത പ്രാവശ്യമാണ് അനുസരിക്കാൻ തോന്നിയതെങ്കിൽ ഒരാളൂടെ സ്വർഗത്തിൽ പോകട്ടെ, പ്രതിഫലം വാങ്ങട്ടെ. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇനി ആവർത്തിക്കാൻ ഒക്കുമോ എന്ന സമയമുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ റിവിഷനിൽ എങ്കിലും ഓർത്ത് ചെയ്യണേ എന്നപേക്ഷിച്ചു കൊണ്ട് പോകുകയാണ്. ഭീമ കോടതിയാണ് നമ്മൾ കവർ ചെയ്തത്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയാതെ പ്രമാണം തെറ്റിച്ചു പണിയുന്ന മുഴുവൻ പണിയും മണലിന്മേൽ പണിതതുപോലെയാണ്. അത് ശോധന ചെയ്യപ്പെടുകയില്ല. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന പണി മാത്രം ശോധന ചെയ്യപ്പെടും. അത് തീയോട് ശോധന ചെയ്യുകയും ചിലർ വിലയേറിയ കല്ല്, മുത്ത്, രത്നം എന്നിവ കൊണ്ട് പണിയുന്ന പണികൾ നിലനിൽക്കുകയും അവർക്ക് യോഗ്യമായ പ്രതിഫലങ്ങൾ കർത്താവ് പകുത്തു കൊടുക്കുകയും ചെയ്യും. വേറെ ചിലർ പുല്ല്, മരം, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയും. അതും തീയോട് ശോധന ചെയ്യുകയും ആ തീയോട് ശോധന ചെയ്യുമ്പോൾ അവർ കൊണ്ടുവന്ന പണി മുഴുവനും വെന്തുപോയി അവർ മാത്രം തീയിലൂടെ രക്ഷപ്പെട്ടവരെ പോലെ വെളിയിൽ വരികയും ചെയ്യും. ചിലർ നിത്യലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. അവരുടെ പണി മുഴുവനും വെന്തുപോയി അവർക്ക് യാതൊരു പ്രതിഫലവുമില്ലാതെ അവർ ലജ്ജയോടുകൂടെ എഴുന്നേൽക്കേണ്ടി വരും. അവർക്കും ചില വീടുകൾ ലഭിച്ചെന്ന് വരും. പക്ഷേ അതിനേക്കാൾ മാന്യമായ വസ്ത്രധാരണത്തോടുകൂടെ പ്രതിഫലത്തോടുകൂടെ വരുന്നവരുണ്ട്. ചിലർ കിരീടങ്ങൾ ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് വരുവാനിടയാകും. വ്യത്യസ്ത മാനദണ്ഡങ്ങളിലേക്ക് അവരെ മാറ്റുക, വ്യത്യസ്ത വീടുകളിലേക്ക് അവരെ മാറ്റുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നാം അർഹിക്കുന്നത്, നാം വില കൊടുത്തത് നമുക്ക് തരത്തക്കവണ്ണം ഒരു ന്യായവിധിയാണ് ഭീമായുടെ കോടതി. അവിടെ വെച്ച് മണവാട്ടിയെ വേർതിരിക്കുകയും അവളെ തേജസ്സുള്ളവരായി മാറ്റുകയും നിലനിൽക്കുന്ന പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതാണ് ഭീമ കോടതിയുടെ പ്രധാനം. തുടർന്ന് 3 സ്വർഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. 3 സ്വർഗങ്ങൾ. 1-ാം സ്വർഗമെന്ന് പറയുന്നത് മേഘമണ്ഡലമാണ്. 2-ാം സ്വർഗമെന്ന് പറയുന്നത് നക്ഷത്രമണ്ഡലമാണ്. 3-ാം സ്വർഗമാണ് യഥാർത്ഥ സ്വർഗം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഇടം എന്ന് കാണുവാൻ കഴിയും. നിമ്രോദിൻ്റെ കാലത്ത് ഈ 1-ാം സ്വർഗത്തെ ക്രോസ് ചെയ്ത് നക്ഷത്രമണ്ഡലത്തെ സ്വാധീനിക്കുവാൻ നിമ്രോദ് പരിശ്രമിച്ചു. അവനെ കൊണ്ട് നടന്നില്ല. അതിനു മുന്നമേ ദൈവം ഭാഷ പിണക്കുകയും ആ പണികളെ ഇല്ലാതാക്കുകയും ചെയ്തു. എന്നാൽ 2-ാം സ്വർഗത്തിൽ വെച്ചായിരിക്കും ഭീമ കോടതി നടക്കുന്നത്. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച,
പൈശാചികമായ കൾച്ചറിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ശ്രമിച്ച ET എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷനിലേക്ക് നമ്മെ എത്തിച്ചു കളയുവാൻ ശ്രമിച്ച ആ ശക്തികളുടെ നടുവിൽ വെച്ചാണ് ജയിച്ചവരെ കർത്താവ് മാനിക്കുന്നത്. വിശുദ്ധ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കാണാം. 2-ാം സ്വർഗത്തെ നക്ഷത്രമണ്ഡലത്തെ ആകർഷിക്കേണ്ടതിന് സോഡിയാക് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നിമ്രോദിൻ്റെ ശ്രമം. ദൈവം അവനെ പരാജയപ്പെടുത്തി. ഞാൻ ലോകം കണ്ട അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട 2 ശാസ്ത്രജ്ഞന്മാരുടെ പടങ്ങൾ തന്നിട്ടുണ്ട്. മിഷിയാക്കാക്കുവും സ്റ്റീഫൻ ഹോക്കിങ്സും. സ്റ്റീഫൻ ഹോക്കിങ്സ് പോയി, മിഷിയാക്കാക്കു ഇന്നും ജീവനോടുണ്ട്. ഇവർ 2 പേരും മാത്രമല്ല, മറ്റുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം, ഇവരൊക്കെ നാസയുടെ ഡയറക്ടർമാരും അതുപോലെയുള്ള ഉയർന്നവരാണ്, താണവരല്ല, സാധാരണക്കാരല്ല. ഇവരെല്ലാം പറയുന്നത് ET എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ, ദൈവം സൃഷ്ടിക്കാത്ത മറ്റൊരു സംസ്കാരം നിലവിലുണ്ട്. സിവിലൈസേഷൻസ് ആർ കൺട്രോൾഡ് ബൈ ഏലിയൻസ് എന്ന പദത്തിന് ഒത്തിരിയും കൂടെ അർത്ഥമുണ്ട്. പൈശാചിക ശക്തികൾ, വീണുപോയ ദൂതന്മാരാണ് സിവിലൈസേഷനെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും പറയുന്നുണ്ട്. പൈശാചികമായ ഒരു ഒക്കൾട്ടിക് സൈനുകളിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കയറിയിരുന്നു. ഈ സൈനുകൾ കൊണ്ട് നമ്മെ പൈശാചികൻ്റെ വകയാണ് എന്ന് മുദ്രയടിക്കുന്നതാണ് ഈ സിസ്റ്റം. ഞാൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ഇന്ത്യയുടെ കൊടി കണ്ടാൽ എനിക്കതിനോട് സ്നേഹക്കൂടുതലുണ്ട്. ഞാൻ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ചവരോട് എനിക്ക് സ്നേഹക്കൂടുതലുണ്ട്. പിശാചിനും അങ്ങനെ തന്നെയാണ്. അവൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരോട് ഒരു സ്നേഹക്കൂടുതലുണ്ട്. പക്ഷെ ദൈവത്തോട് അനുഭാവമുള്ളവർ പൈശാചിക ചിഹ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ, അതിനെക്കുറിച്ച് ചിഹ്നങ്ങളെക്കുറിച്ച് അറിയേണ്ടവർ ഈ സൈറ്റുകളിലൂടെ പോകാമെന്ന് ഞാൻ പറഞ്ഞു. ഈ കാണുന്നത് മുഴുവനും പൈശാചിക ചിഹ്നങ്ങളാണ്. ദയവായി 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 ഇവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ശരീരത്തണിയുന്നതായ നിറമുള്ള കല്ലുകൾ പൈശാചിക ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിക്കുകയുണ്ടായി. അനേക ഒക്കൾട്ടിക് സൈൻ, അവസാനമായി സാത്താനെ ആരാധിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടഡ് ക്രോസ് വരെ ഒക്കൾട്ടിക് സയൻസായി എടുത്തു കാണിച്ചു. ഇതുള്ളവർ മുഴുവനും ഭീമയുടെ കോടതിയിൽ ഏറ്റവും നികൃഷ്ടരായി എണ്ണപ്പെടുകയും ലജ്ജയോടുകൂടെ തങ്ങൾക്കുള്ളത് നഷ്ടമാകുകയും ചെയ്യും. സ്വർഗത്തിലെത്തുന്ന അല്ലെങ്കിൽ മധ്യാകാശത്തിൽ എത്തുന്ന ദൈവമക്കളുടെ പ്രത്യേകത, അവർ സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്നവരായിരിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം പൂർണ്ണമാകും. കാരണം അവൻ താൻ വില കൊടുത്തതായ തൻ്റെ സഭ മധ്യാകാശത്തിൽ എത്തിയത് യേശു കാണും. വിശ്വാസികൾ സന്തോഷം കൊണ്ട് നിറയുന്നവരായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. കാരണം അവർ സേവിച്ച യേശുവിനെ കാണുവാൻ അവർക്കിടയായി. പിതാവായ ദൈവം സന്തോഷപൂർണ്ണനാകും. കാര്യം താൻ സ്നേഹിച്ച തൻ്റെ മക്കൾ തൻ്റെ അടുക്കൽ എത്തുവാനിടയാകും. മുഴു സ്വർഗവും സന്തോഷിക്കും. കാര്യം സ്വർഗം ഇന്ന് കാത്തിരിക്കുന്നത് നമ്മുടെ നീതീകരണമാണ്. അതിനെ തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു രാജാവായി ഭരണം ഏറ്റെടുക്കുകയും അടുത്തതായിട്ട് തൻ്റെ കാന്തയുടെ വിവാഹം നടക്കുകയും ചെയ്യും. യേശു അവിടെ വെച്ച് കുഞ്ഞാടിൻ്റെ കല്യാണം നിവർത്തിക്കപ്പെടും. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ മധ്യാകാശത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്നത്. ഞാൻ വേഗത്തിൽ ഓടിച്ച് റിവിഷൻ എടുത്തു വരികയായിരുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ മധ്യാകാശത്തിൽ നടക്കുമ്പോൾ ഇത് ഏറെക്കുറെ 7 വർഷമെന്നാണ് ഒരു പൊതു കണക്കുകൂട്ടൽ. തമ്പുരുളെന്നേ പറയാനൊക്കത്തുള്ളൂ, അക്യുറസിയിലല്ല. ഏറെക്കുറെ 7 വർഷങ്ങൾ ഇത് സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകം 19:9 മധ്യാകാശത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഭൂമിയിൽ എന്ത് സംഭവിക്കും? ഇന്നിവിടം മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ എന്ത് സംഭവിക്കും? യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായി ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ എന്നിവയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 21:11. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇത് വർദ്ധിച്ച് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് മാറാൻ പോകുകയാണ്. കാര്യം എതിർ ക്രിസ്തുവിൻ്റെ ഭരണസമയത്തും ഇതേ ലക്ഷണങ്ങൾ ലോകത്തിൽ അധികമായി വരും. ഇന്ന് ജലപ്രളയം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ, ഭൂമികുലുക്കം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ദയവായി ഇളകി ചിന്തിക്കേണ്ടതിന് വേണ്ടി ഈ കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു ഇടപെടൽ തന്നതിനെ തുടർന്ന് ഞാൻ തിരുവചനം ശോധന ചെയ്യുകയും അത് അപ്രകാരം തന്നെ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു. എൻ്റെ ഹൃദയത്തിൽ ലഭിച്ച ഒരു തോന്നൽ ദൈവികമാണോ എന്ന് ഒന്നുകൂടെ എൻഷുർ ചെയ്യേണ്ടതിന് വേണ്ടി തിരുവചന തത്വവുമായി ക്രോസ് എക്സാമിൻ ചെയ്യുന്ന ഒരു പരിപാടി എനിക്കുണ്ട്. ഞാൻ തിരുവചനവുമായി ശോധന ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ലക്ഷണങ്ങൾ
അതിനെ തുടർന്നും തൻ്റെ വരവിന് ശേഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് മാറുകയില്ല. അന്ന് പലതും ഉണ്ടാകും. ഗ്രേറ്റ് എർത്ത്ക്വേക്സ്, ഫെമൈൻ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ജലപ്രളയം, പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അത് അന്ത്യകാലത്ത് വർദ്ധിക്കും. അവിടെ മുതൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അത് കുറയുകയില്ല. ഇതെല്ലാം ഈ ഭൂമിയിലുണ്ടായിരിക്കും. ദീസ് സൈൻസ് വിൽ കണ്ടിന്യൂ. തുടർന്ന് നമ്മുടെ ആദ്യമേ ഞാൻ എടുത്തു പറഞ്ഞ, കഴിഞ്ഞ ആഴ്ചയിൽ പല പ്രാവശ്യം ആവർത്തിച്ച, ഇന്ന് പല പ്രാവശ്യം ആവർത്തിക്കാൻ പോകുന്ന 2 സാമ്രാജ്യങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവമായി രാജാധിരാജാവായി സകല പ്രപഞ്ചത്തെയും ഭരിക്കുവാൻ, സകല ശക്തികൾ, സകല ആത്മാക്കൾ, സകല പ്രിൻസിപ്പാലിറ്റീസ്, എല്ലാ ദൂതന്മാരും എല്ലാറ്റിനും മീതെ, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ രാജാധിരാജാവായിരുന്ന് ഭരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ലോകത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഒരൊറ്റ ഭരണാധികാരി, അത് യേശുവാണ്. അതാണ് ദൈവിക തത്വം. അതേ സമയത്ത് സാത്താൻ പറഞ്ഞു, ഇല്ല, ഞാനത് പിടിച്ചെടുക്കും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. സഭയെന്ന് പറഞ്ഞാൽ ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ ഞാൻ അധിപനായിരുന്നു വാഴും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ഈ 2 സാമ്രാജ്യങ്ങൾ, ഒന്ന് ദൈവിക സാമ്രാജ്യം, ദൈവം ഇതിൻ്റെ മുകളിലിരുന്ന് ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഭരിച്ചിരിക്കും. 2 പൈശാചിക സാമ്രാജ്യം, ഇല്ല, ഞാനായിരിക്കും ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. 2 സാമ്രാജ്യങ്ങൾ നിലവിലിരിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. ഏത് സാമ്രാജ്യം രംഗത്ത് കൊണ്ടുവരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്? ഏത് സാമ്രാജ്യമാണ് ഞാൻ വഹിച്ചുകൊണ്ട് നടക്കുന്നത്? ദ കിങ്ഡം കാരിയേഴ്സ്. ദൈവിക സാമ്രാജ്യത്തിൽ ഏത് ഞാൻ വഹിക്കുന്നുവെന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ആകട്ടെ, ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞു, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ അതോടുകൂടെ പ്രധാനമായും പറയേണ്ട ഒന്ന്, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അതോടുകൂടെ പ്രധാനമായി പറയേണ്ട ഒന്ന്, പരിശുദ്ധാത്മാവ് തിരുസഭയുമായി ഇവിടെ നിന്ന് മാറ്റപ്പെടും. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കാഹളത്തിങ്കൽ തിരുസഭയുമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ആകയാൽ വിശുദ്ധന്മാരില്ലാത്ത ഒരു ഭൂമി ഇവിടെ അവശേഷിക്കും. ഇത് വളരെ പ്രധാനമാണ്. വിശുദ്ധന്മാരില്ലാത്ത ഒരു ഭൂമി. വിശുദ്ധന്മാരെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 17:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞു, അന്ന് 2 പേർ ഒരു കിടക്കയിലായിരിക്കും. വിശുദ്ധനായി ഒരാളുണ്ട്, ആ ആളിനെ എടുക്കും, അവരെന്നെ ഉപേക്ഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. 2 പേർ വയലിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാളിനെ ഉപേക്ഷിക്കും. വിശുദ്ധന്മാർ ചേർക്കപ്പെടും. Saints are promoted. They departed from here. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. വിശുദ്ധന്മാരില്ലാത്ത ഒരു ഭൂമിയായിരിക്കും ഇത്. അങ്ങനെയാണെങ്കിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ വലിയ അനർത്ഥം അവരുടെ മേൽ വന്ന് ഭവിക്കും. വിശുദ്ധന്മാർ ഇല്ലാത്ത ലോകത്തിൽ, ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഓക്കെ, നമുക്കതുകൂടെ നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, വിശുദ്ധന്മാർ ലോകത്തിൻ്റെ ഉപ്പാണ്. ഈ ഉപ്പ് ഇവിടെ നിന്ന് മാറിയാൽ കയ്പ് മാത്രമായി ഇവിടെ അവശേഷിക്കും. വിശുദ്ധന്മാർ ഈ ഭൂമിയുടെ ഉപ്പാണ്. ഒരു കാഹളധ്വനി എങ്കിൽ അവരിവിടെ നിന്ന്, നാം ഇവിടെ നിന്ന് മാറിയാൽ ഈ ഭൂമിയിൽ കയ്പ് ശേഷിക്കും. മത്തായി 5:14 നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്. ഈ വെളിച്ചം ഇവിടെ നിന്ന് മാറിയാൽ ഇരുൾ മാത്രം ഇവിടെ അവശേഷിക്കും. മത്തായിയുടെ സുവിശേഷം 10:16 നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ്. കുഞ്ഞാടുകൾ ഇവിടുന്ന് മാറിയാൽ ചെന്നായ്ക്കൾ തന്നെ ശേഷിക്കും. സോങ് ഓഫ് സോളമൻ, ഉത്തമഗീതം 2:2 പറയുന്നത്, നാം മുള്ളുകളുടെ ഇടയിലെ താമരയാണ്. താമര ഇവിടുന്ന് മാറിയാൽ മുള്ളുകൾ തന്നെ അവശേഷിക്കും. കയ്പുള്ള, ഇരുട്ടുള്ള, ചെന്നായ്ക്കൾ മാത്രം വസിക്കുന്ന, മുള്ളുകൾ മാത്രമുള്ള ഒരു ലോകം ഇവിടെ ഉണ്ടാകും. അതാണ് വിശുദ്ധന്മാരില്ലാത്ത ലോകം. ഭൂമിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ സാഹചര്യം മാറും. ഇന്ന് സുവിശേഷം പറഞ്ഞിട്ട് അനുസരിക്കാത്തവനും വലിയ പെശകില്ലാതെ പോകും. കാരണം ഇവിടെ കുറേ ഭക്തന്മാരുള്ളതിനാൽ ഇതിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നില്ല, പൂർണ്ണമായി നശിപ്പിക്കുന്നില്ല.
എന്നാൽ വിശുദ്ധന്മാരില്ലാത്ത ലോകത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും അവർ പറയും സമാധാനമാണ്, നിർഭയമാണ്. അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ വലിയ നാശം ലോകത്തിൻ്റെ മേൽ വരും. ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത്. മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനകളെ വിട്ട് നടക്കുകയും, ലൂക്കോസിൻ്റെ സുവിശേഷം 21:11 വലിയ എർത്ക്യുക്കുകൾ ഉണ്ടാകും. വെളിപ്പാട് പുസ്തകം 6:8 മരണത്തിനും വിശപ്പിനും പൈതാഹത്തിനും മറ്റും മനുഷ്യൻ ഇരയായിത്തീരും. അന്ന് മനുഷ്യൻ്റെ ആകൃത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. 2 തെസ്സലോനിക്കർ 2:7 മനുഷ്യൻ്റെ ആകൃത്യം പെരുകിക്കൊണ്ടിരിക്കും. കാര്യം ആകൃത്യഹേതുവായവർ മാത്രമേ അന്നിവിടെ ഉള്ളൂ, വിശുദ്ധന്മാരില്ലാത്ത ഒരു ലോകം. തുടർന്ന് വാട്ട് ഹാപ്പൻസ് ഓൺ ദ എർത്ത്? അടുത്തത് ലോകത്തിൽ എന്താ സംഭവിക്കുക? നമ്മൾ 6-7 പേജുണ്ട്, ഇത് അതങ്ങനെ തുടരുകയാണ്. സെഫന്യാവ് 1:15 വരുമ്പോൾ വിശുദ്ധന്മാരില്ലാത്ത ഈ ലോകത്തിൽ ചിലതെല്ലാം വേറെയും സംഭവിച്ചു കൊണ്ടിരിക്കും. അത് പറയുന്നത് ക്രോധ ദിവസമാണ്. അത് കഷ്ടവും സങ്കടവുമുള്ള ദിവസമാണ്. 1, അത് ദൈവത്തിൻ്റെ ക്രോധ ദിവസമാണ്. 2, അത് കഷ്ടവും സങ്കടവുമുള്ള ദിവസമാണ്. 3, ശൂന്യവും നാശവുമുള്ള ദിവസമാണ്. 5, ഇരുട്ടും അന്ധകാരവും ഉള്ള ദിവസമാണ്. അങ്ങനെ ഒരു ദിവസമായിട്ടാണ് തിരുവചനം ഇതിനെ ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദർശന സമയം. വിശുദ്ധന്മാരില്ലാത്ത ലോകം. ഒരു 7 വർഷത്തോളം വിശുദ്ധന്മാർ മധ്യാകാശത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യവുമായി വിശുദ്ധന്മാർ മാറ്റപ്പെടുമ്പോൾ അവരില്ലാത്ത ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തൊടുന്നത്. ഇവിടെ അലങ്കാരങ്ങൾ ഇല്ലെന്നല്ല, ഇവിടെ വേഷവിധാനങ്ങൾ ഇല്ലെന്നല്ല, ഇവിടെ ആഘോഷങ്ങൾ ഇല്ലെന്നല്ല, ഇവിടെ പാട്ടും സംഗീതവും കൂത്തും ഇല്ലെന്നല്ല. ഇതെല്ലാം ഇവിടെ നടക്കും. ഞാൻ പറയാം, ആരാധനകൾ ഇവിടെ നടക്കും, കയ്യടികൾ ഇവിടെ നടക്കും, അന്യഭാഷകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇതെല്ലാം പൈശാചിക വ്യാപാരമാണ്. അതിനകത്ത് ദൈവസാന്നിധ്യം കാണുകയില്ല. അതേസമയം കയ്പും മുള്ളും വൂൾഫും ഇതായിരിക്കും ഇതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധന്മാരില്ലാത്ത ഈ ലോകത്തിൽ. സെഫന്യാവ് പറയുകയാണ്, അത് കഷ്ടകാലമായി മാറുകയാണ്, ക്രോധമുള്ള ദിവസമായി മാറുകയാണ്. തുടർന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ആ ദിവസങ്ങളിൽ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, മരിക്കത്തില്ല. അവർ മരണത്തെ തേടി നടക്കും, മരണം അവരെ വിട്ടുപോകും. അങ്ങനെ ദുരിതം നിറഞ്ഞ ഒരു സമയമായിരിക്കും ഈ ഭൂമിയിലുള്ളത്. വീണ്ടും ബ്ലഡ് ഓഫ് ജീസസ് വിൽ ബി അവഞ്ചേഡ്. യെരമ്യാവിൻ്റെ പുസ്തകം 25:31 യഹോവയ്ക്ക് ഭൂനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. എൻ്റെ ദൈവമേ, അത് ഭയങ്കരമാണ്. വ്യവഹാരം എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിനന്ന് ഭൂമിയോട് ഒരു വ്യവഹാരമുണ്ട്. എന്തോ വ്യവഹാരം? എനിക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയാൽ, എൻ്റെ ന്യായം എനിക്ക് സിദ്ധിക്കുന്നില്ലെങ്കിൽ ഞാനൊരു കോടതിയുടെ മുമ്പിൽ പോയി പറയുന്നത് പോലെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം മാറുകയാ. പറഞ്ഞു, എനിക്ക് ഭൂമിയോടൊരു വ്യവഹാരമുണ്ട്. 1, എൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തത്തിന് പ്രതികാരം ചോദിച്ചേ മതിയാകുള്ളൂ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെന്ന് പറഞ്ഞ യഹൂദൻ മുതൽ, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ പീലാത്തോസ് വരെ, സകല ജാതികളുടെ മേലും ഈ രക്തത്തോനു വേണ്ടിയുള്ള ഒരു ന്യായവിധി നടന്നേ മതിയാകൂ. ഞാൻ അവിടേക്ക് തിരിച്ചു വരാം. എനിക്ക് ലോകജാതികളുമായി അന്ന് ഒരു വിപ്ലവമുണ്ട്, അന്നൊരു വ്യവഹാരമുണ്ട്. ഞാൻ ആ വ്യവഹാരത്തിലേക്ക് മാറും. തുടർന്ന് യെരമ്യാവിൻ്റെ പുസ്തകം പറയുകയാണ്, ഭൂമി അതിലുള്ള രക്തത്തെ ഇനി മറച്ചു വെക്കയില്ല, അതിലുള്ള രക്തത്തെ അത് പുറത്തു കൊണ്ടുവരും. എത്രയായിരം വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച ഈ ഭൂമി, എത്രയായിരം ഭക്തന്മാരെ തല്ലിക്കൊന്ന വെട്ടിക്കൊന്ന ഈ ഭൂമി, അത് കുടിച്ച രക്തം മുഴുവനും അന്ന് ദൈവസന്നിധിയിൽ കൊടുക്കും. അത് അനുഭവിച്ചിട്ടുള്ള പാപക്രിയകൾ അത് മറച്ചു വെക്കുകയില്ല, അത് മുഴുവനും അത് പുറത്തു കൊണ്ടുവരും. ഇതിനകത്ത് വെച്ച് ദൈവജനം പരിഹസിക്കപ്പെട്ടത്, ഇതിനകത്ത് വെച്ച് ദൈവജനം അപമാനിക്കപ്പെട്ടത്, ഇതിനകത്ത് വെച്ച് പാപം നടന്നത്, ഇതിനു മുഴുവനും അവൻ ചെയ്യുവാൻ, പ്രതികാരം ചെയ്യുവാൻ യഹോവ എഴുന്നേൽക്കുന്ന വർഷങ്ങളായിരിക്കും ആ 7 വർഷങ്ങൾ. മുള്ളിനിടയിലെ താമരയായി ഇവിടെ വസിച്ചിരുന്ന തൻ്റെ ജനത്തെ താമരയെ മധ്യാകാശത്തിലേക്ക് മാറ്റി. ഭൂമിയുടെ ഉപ്പായി ഇവിടെ ഇരുന്ന ഉപ്പിനെ മധ്യാകാശത്തിലേക്ക് മാറ്റി. അവർക്ക് വേറൊരു ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തുകൊണ്ട് അവിടെ മഹോത്സവം നടക്കുകയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ മഹാമഹം. കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. തൻ്റെ വധുവായി മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുസഭ ഭാഗ്യമുള്ളത്. അവിടെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമി നാശത്തിനും കഷ്ടത്തിനും വേണ്ടി ഏൽപ്പിക്കപ്പെടുകയാണ്. ഇവിടെ ഇനി പാപങ്ങൾ ഒളിച്ചു വയ്ക്കുവാൻ കഴിയാതെ ഭൂമിയെ പാപങ്ങൾ
ദൈവസന്നിധിയിൽ കൊടുക്കുക. ഞാൻ ഒരു പദത്തിലേക്ക് ഒന്നുകൂടെ വന്നോട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം ഒരു ന്യായവിധി എന്ന് ഞാൻ എടുത്ത് പറയുകയുണ്ടായി. യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ കാഴ്ചവെച്ചു. യേശുവിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ, അവനെ നശിപ്പിക്കുവാൻ തീരുമാനിക്കുമ്പോൾ മഹാപുരോഹിതന്മാർ മതഭ്രാന്തിൽ അവർ വിചാരിച്ചു അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്ന്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അനേകരും പാപത്തിലകപ്പെടുന്നത്. അവർ വിളിച്ചു പറഞ്ഞ്, യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ, ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. ഈ മഹാപുരോഹിതന്മാരെ, നിങ്ങളത് വിളിച്ചു പറഞ്ഞില്ലയോ? നിങ്ങളുടെ മേൽ വന്നത് ഞങ്ങൾ കാണുന്നു. AD 70 മുതൽ ഇസ്രായേൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, അവരെ വെട്ടി നുറുക്കുന്നത്, അവരുടെ മാംസം കുട്ടകത്തിലിട്ട് പുഴുങ്ങുന്നത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചരിത്രം പഠിപ്പിക്കുന്നത് അനേക പുസ്തകങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാർ സോപ്പുകളിൽ ഏറ്റവും വില കുറഞ്ഞ ബാർ സോപ്പ് ഉണ്ടാക്കിയത് യഹൂദന്റെ കൊഴുപ്പ് കൊണ്ടാണെന്ന്. യഹൂദന്റെ കോമള യുവാക്കളെ യുവതികളെ വെട്ടി നുറുക്കി കുട്ടകത്തിനകത്താക്കി പുഴുങ്ങി അതിനകത്തുനിന്ന് ഉരുകി വരുന്ന വെട്ടുനെയ്യ് എടുത്ത് ആ വെട്ടുനെയ്യ് കൊണ്ട് കൊഴുപ്പ് കൊണ്ട് ബാർ സോപ്പ് ഉണ്ടാക്കി ലണ്ടന്റെ തെരുവുകളിൽ വിറ്റു, ആ യൂറോപ്പിന്റെ തെരുവുകളിൽ വിറ്റു. ആ ബാർ സോപ്പാണ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞു വിറ്റ ബാർ സോപ്പ്. യഹൂദന്റെ അസ്ഥി വലിച്ചൂരി, അല്ലെങ്കിൽ അവന്റെ ശവങ്ങളിൽ നിന്ന് അസ്ഥി വലിച്ചൂരി പൊടിച്ച് ഉണ്ടാക്കിയ എല്ലുപൊടിയാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും വില കുറഞ്ഞു വിറ്റിട്ടുള്ളതായ എല്ലുപൊടി. വിശദീകരിക്കാൻ പ്രയാസമാ. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെന്ന് പറഞ്ഞെങ്കിൽ അത് വീണു വീണു വീണു. ആ രക്തം അവൻ്റെ മേൽ വീണു. നമുക്ക് പീലാത്തോസിനെ ഒന്ന് നോക്കാം. മറുവശത്ത് അദ്ദേഹം വെള്ളമെടുത്ത് കൈ കഴുകി വെച്ച് പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ എനിക്ക് പങ്കില്ല, ഞാൻ ഇനി മാറുകയാന്ന് പറഞ്ഞ് കൈ കഴുകി. പീലാത്തോസ് കൈ കഴുകിയാലൊന്നും പോകുന്നതല്ലിത്. അവൻ അവൻ്റെ കാര്യം നോക്കട്ടെ, ഇവൻ ഇവൻ്റെ കാര്യം നോക്കട്ടെ, എനിക്കിതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് മാറിയാൽ പീലാത്തോസെ പങ്കുണ്ട്, എൻ്റെ സഹോദര പങ്കുണ്ട്. പീലാത്തോസിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് പിന്നത്തേതിൽ അദ്ദേഹം ഒരു മാനസിക രോഗിയായി മാറി. വെള്ളം കാണുന്നിടത്തൊക്കെ എൻ്റെ കയ്യിൽ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി കൈ കഴുകി കൈ കഴുകി ആഹാരം കഴിക്കുവാൻ മടി കാണിച്ച് ആ മനുഷ്യൻ മരിച്ചു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ ഇല്ല പീലാത്തോസെ, പങ്കുണ്ട്. ഈ രക്തം നിന്നെ വിടുകയില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ഇതിനകത്തൊന്നും എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞാൽ പങ്കില്ലാതെ പോകയില്ല. ദൈവം അത് കണക്കിടും. ഭൂമി അതിലുള്ള രക്തം ദൈവത്തിന് കാഴ്ചവെക്കും. അതിനനുസരിച്ചൊരു ന്യായവിധിയുണ്ട്. രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ പീലാത്തോസിനെ പിടിച്ചു. ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞ യഹൂദനെ പിടിച്ചു. നമുക്കോ അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇന്ന് പകൽ യേശുവിൻ്റെ പാദത്തിൽ അടുത്തു വന്ന് രക്ഷിക്കണേ കർത്താവേ എന്ന് പറയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. കർത്താവേ എന്നെ കഴുകണമേ. പഴയ നിയമത്തിൽ ഈ സോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് രക്തമെടുത്ത് തളിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ഈ സോപ്പ് ചെടിയുടെ തണ്ടിൻ്റെ മേൽ ഒരല്പം വീഞ്ഞു കൊടുത്തപ്പോൾ യേശു പറഞ്ഞു, നിവർത്തിയായി, ഒരു ശുദ്ധീകരണം നിവർത്തിയായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നമുക്കൊന്ന് വിളിക്കാം, അങ്ങയുടെ രക്തം എന്നെ കഴുകണേ കർത്താവേ, ആ രക്തം എന്നെ ശുദ്ധീകരിക്കണമേ. ഈ രക്തത്തിൽ നമുക്കൊരു പങ്കുണ്ട്. ആ പങ്ക് നമ്മുടെ അനുഗ്രഹമാണ്. പങ്കില്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല. പീലാത്തോസിനെ വിട്ടില്ലല്ലോ. ഞാൻ മുന്നോട്ട് പോട്ടെ. എസെക്കിയേൽ 8:18 വരുമ്പോൾ യഹോവ കോപത്തോടെ ഇടപെടുന്ന സമയമാണ്. ക്രോധം എന്ന പദമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. കോപത്തേക്കാൾ ഒരു ഇച്ചിരൂടെ മേളിലാണ് ക്രോധം, ദ ഫെറി. ക്രോധത്തോടുകൂടെ ദൈവം ഇടപെടുന്ന ദിവസങ്ങളാണ് ആ തുടർന്നുള്ളതായ ഒരു 7 വർഷങ്ങൾ. ആ വർഷങ്ങൾ ക്രോധത്തിൽ നിന്ന് മാറുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എങ്ങും ഒളിച്ചിരിക്കാനൊക്കത്തില്ല, ഈ ഭൂമിയിൽ എങ്ങും മറയാനൊക്കത്തില്ല, ഈ ഭൂമിയിൽ എങ്ങും ആശ്രയിക്കാനൊക്കത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയാം, അന്നിവിടെ സഭകളുണ്ട്, അന്നിവിടെ ആരാധനകളുണ്ട്. ഇതെല്ലാം വ്യാജമായിരിക്കും. കാര്യം ദൈവഭയമില്ലാത്ത, ദൈവകൃപയില്ലാത്ത പ്രിട്ടൻഷനുകളായിരിക്കും, വ്യാജമായിരിക്കും. എന്നാൽ ദൈവത്തോടുകൂടെ ഉള്ളവർ ഇവിടുന്ന് മാറ്റപ്പെടും, അല്ലാത്തവർ ദൈവക്രോധത്തിൽ ഇവിടെ മതിക്കപ്പെടും. ആ കാര്യം മറക്കരുത്. തുടർന്ന് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും? 3ാം ലോകമഹായുദ്ധം നടക്കും.
ഈ 7 വർഷത്തിനകം, മൂന്നാം ലോകമഹായുദ്ധം 7 വർഷമാണെന്ന് ഞാൻ പറഞ്ഞില്ല, 1 വർഷമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കതിൻ്റെ കണക്കറിഞ്ഞുകൂടാ. ഈ 7 വർഷത്തിനകം മൂന്നാം ലോകമഹായുദ്ധം ഇവിടെ നടന്നിരിക്കും. മൂന്നാം ലോകമഹായുദ്ധത്തെ 2 യുദ്ധങ്ങളായിട്ടാണ് വേർതിരിക്കുന്നത്. ഗോഗ് മാഗോഗ് യുദ്ധമെന്നും ഹർമഹദോൻ യുദ്ധമെന്നും 2ആയി വേർതിരിക്കും. ഹർമഹദോൻ യുദ്ധം ഒടുവിൽ നടക്കേണ്ടതാണ്. ഗോഗുമാഗോഗിൻ്റെ യുദ്ധം ആരംഭത്തിങ്കൽ നടക്കേണ്ടതാണ്. എസെക്കിയേൽ പ്രവചനം 38ഉം 39ഉം 2 അധ്യായങ്ങൾ മുഴുവനും ഈ ഗോഗുമാഗോഗിൻ്റെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. വളരെ ഓടിച്ച് വേഗത്തിലാണ് നമ്മൾ പോകുന്നത്. എസെക്കിയേൽ പ്രവചനം 38, 39 2 അധ്യായങ്ങൾ ഗോഗുമാഗോഗിൻ്റെ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ ഈ ഗോഗുമാഗോഗ് എന്നൊക്കെ പറയുന്നത്? ഒരല്പം വിശദീകരണത്തിലേക്ക് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. എസെക്കിയേൽ 31:1 മനുഷ്യപുത്ര, നീ മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗിൻ്റെ നേരെ മുഖം തിരിച്ച് അവനോട് പ്രവചിക്കേണ്ടത്, ഹേ ഗോഗേ, ഞാൻ നിനക്ക് എതിരായിരിക്കുന്നു. നീ ഇസ്രയേലിനോട് യുദ്ധത്തിന് വേണ്ടി വരും, ഞാൻ നിന്നെ നശിപ്പിക്കും. അതാണ് മൂന്നാം ലോകമഹായുദ്ധമായി മാറുന്നത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഞാനതിനകത്തെ ചില ഭാഗങ്ങൾ മാത്രം തൊടുകയാണ്. ഗോഗ് മാഗോഗ് എന്നാൽ എന്ത് എന്നൊരു ചെറിയ വിശദീകരണത്തിലൂടെ നമ്മൾ വരുവാൻ പോകുകയാണ്. ഒന്നാമതായി, എന്നാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്? ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. എന്നാണ് ആ യുദ്ധം ഉണ്ടാകുന്നത്? 38-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇസ്രയേൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന് സ്വൈര്യമായി പാർക്കുമ്പോൾ, അതാണ് ഈ ദിവസങ്ങൾ. നീണ്ട വർഷങ്ങൾ അവർ അന്യജാതികൾക്ക് അടിമയായി ലോകത്തിൽ മുഴുവനും ചിതറിക്കപ്പെട്ട് കേവലം ഇസ്രയേൽ എന്ന പേര് മാത്രം അവശേഷിച്ച നാമാവശേഷമായ സാഹചര്യം. മരിച്ചവൻ്റെ അസ്ഥികൾ ചിതറുന്നത് പോലെ, ഏറ്റവും ഉണങ്ങി ചിതറിപ്പോയ അസ്ഥികൾ മാത്രമെന്ന് പറയുന്നത് പോലെ നശിച്ച് ചിതറിപ്പോയ യഹൂദൻ അസ്ഥിയോട് തിരിച്ചു വന്ന് ചേർന്ന് അവർ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നതുപോലെ എഴുന്നേറ്റ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വന്ന് ഏറെക്കാലമായി വാളിനും പകയ്ക്കും പീഡയ്ക്കും ഇരയായി ലോകം മുഴുവനും ചെതറിപ്പോയവർ മടങ്ങി വന്ന് സമാധാനത്തോടെ പാർക്കുമ്പോൾ, ഗോഗേ, റഷ്യയാണ് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരും. ഗോഗേ, നിനക്കൊരു ദുശ്ചിന്ത ഉണ്ടാകും, ഞാൻ അങ്ങോട്ട് പോകുകയാണ് ഈ ജനത്തെ ആക്രമിക്കുവാനെന്ന്. ഈ ദിവസങ്ങളിലാണത് നടക്കേണ്ടത്. കാര്യം ഇസ്രയേൽ മടങ്ങി വന്നിരിക്കുന്ന കാലമാണ്. എപ്പോഴാണത് സംഭവിക്കേണ്ടത്? ഇസ്രയേൽ മടങ്ങി വരുന്ന കാലമാണ്. റഷ്യ ആയിരിക്കും നേതാവ്. എസെക്കിയേൽ പ്രവചനം 38:7 പറയുന്നു, നീ അവർക്ക് നേതാവായിരിക്കുക. ഇന്നത്തെ അവരുടെ പ്രസിഡന്റിൻ്റെ ചിത്രം കൂടെ ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണോ ലോകമഹായുദ്ധം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതോ ഇന്ന് തുടങ്ങുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർ പറയാറുണ്ട് മെൻ്റലി ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇൻ പ്രിൻസിപ്പിൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. അതിനൊരു നല്ല സ്ഥാനമുണ്ട്. തത്വത്തിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. റഷ്യ ആയിരിക്കും അതിൻ്റെ ലീഡർ എന്ന് കാണാം എസെക്കിയേൽ 38:7. 2 എസെക്കിയേൽ 38:7 റഷ്യ എടുത്തു പറയുന്നത് കാണാം. രോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗേ എന്ന് വിളിക്കുന്നത് കാണാം. രോഷ് എന്നത് റഷ്യയെ കുറിക്കുന്നതാണെന്നും അതിൻ്റെ മേശക് എന്നത് മോസ്കോ ഉൾപ്പെടുന്ന അതിൻ്റെ കിഴക്കൻ ഭാഗങ്ങളെ കുറിക്കുന്നതാണെന്നും അടുത്തത് സൈബീരിയ ഉൾപ്പെടെ അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളെ കുറിക്കുന്നതാണെന്നും രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ എന്ന് വിളിക്കുന്നത് റഷ്യയെ തന്നെയാണെന്നും റഷ്യൻ ഭരണാധികാരത്തെ തന്നെയാണെന്നും വേദപണ്ഡിതർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. മാഗോഗ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? മംഗോളിയൻ വിഭാഗം എന്നാണ് അതിനെ വിളിക്കുന്നത്. റഷ്യയോടുകൂടെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നവർ ആരൊക്കെയായിരിക്കും? മംഗോളിയൻസ് മുഴുവനും കാണും. അങ്ങനെയാണെങ്കിൽ ചൈനയും ജപ്പാനും കൊറിയക്കാരനും എല്ലാം കൂട്ടത്തിലുണ്ടായിരിക്കും. തൻ്റെ റഷ്യക്ക് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതിന് ഒരു കുറച്ച് പേർ എഴുന്നേറ്റ് വരും. അവർ ആരായിരിക്കും? ഒന്ന്, മംഗോളിയൻ വിഭാഗത്തിൽ പെടുന്നവരായിരിക്കും മാഗോഗ്. എസെക്കിയേൽ 38:1 മുതൽ 7 വരെയുള്ള 8 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് നിന്നാണ് ഞാൻ ഈ വിശദീകരണം പറയുന്നത്. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള, പ്രധാനമായും 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. 8-ാമത്തെ വാക്യം ലീഡർ ആരായിരിക്കും എന്ന് മാത്രം പറഞ്ഞു. അടുത്തത് പേർഷ്യയെക്കുറിച്ച് അവിടെ പറയുന്നത് കാണാം. പേർഷ്യ എന്ന് വേദപുസ്തകത്തിൽ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന വാക്ക്
എസ്തേറിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവുമായി ഒന്നിച്ചാണ് വരുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവുമായി ഒരുമിച്ചാണ് വരുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കൂശ് മുതൽ, ഹിന്ദുദേശം മുതൽ കൂശ് വരെയുള്ള 121 അന്നത്തെ സാമ്രാജ്യം, ഇന്നത്തെ സ്റ്റേറ്റുകളെ, സാമ്രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അന്നത്തെ പേർഷ്യൻ ഭരണഘടന എന്ന് വിളിക്കുന്നത്, ഭരണം എന്ന് വിളിക്കുന്നത്. ഐ റിപ്പീറ്റ്, ഈ പേർഷ്യ ഇന്ത്യ മുതൽ, ഹിന്ദുദേശം എന്നാണ് ഇന്ത്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഇന്ത്യ മുതൽ കൂശ് ദേശം വരെ, എത്യോപ്യ വരെയുള്ളതായ 121 രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് തൻ്റെ പേർഷ്യൻ രാജ്യം എന്ന് അന്ന് വിളിക്കുന്നത്. അവരെല്ലാവരും ഇതിനകത്തുണ്ടായിരിക്കും. ഇസ്രയേലെ നിനക്കെതിരെ അവർ വരുമ്പോൾ ഈ മുഴുവൻ ലോകവും, ഓൾമോസ്റ്റ് മുഴുവൻ ലോകവും, മംഗോളിയൻ വർഗത്തിൽപ്പെട്ടവർ മുഴുവനും, യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലുള്ള പലരും, അതിൽ കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് പോകാൻ നിവൃത്തിയില്ല. കാര്യം 1, സമയമെടുക്കും. 2, നമുക്കതുകൊണ്ട് അത്രയും പ്രയോജനമില്ല. 3, എല്ലാം ക്രിസ്റ്റൽ ക്ലിയറായി തെളിയിക്കത്തക്ക തെളിവുകൾ എങ്ങുമില്ല. വേദപുസ്തകം പരിചയമുള്ള പലരുടെയും നിഗമനങ്ങളിൽ നിന്ന് വരുന്ന ഏറെക്കുറെ ഒരാശയമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു പെർഫെക്റ്റ് ആശയമല്ല. എന്നാൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിന് എതിരെ വരുമ്പോൾ ഇസ്രയേലിന് സഹായമായും കുറച്ചുപേരായിരിക്കും വരുന്നത്. 1, ലീഡർ എന്നാണ് സംഭവിക്കേണ്ടത്? ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന ഈ കാലം. 2, ആരായിരിക്കും ലീഡർ? റഷ്യ ആയിരിക്കും ലീഡർ. 3, ആരൊക്കെയാണ് ചേർന്ന് നിൽക്കേണ്ടത്? മംഗോളിയൻ വർഗത്തിൽപ്പെട്ടവരും ആഫ്രിക്കയും യൂറോപ്പും പേർഷ്യക്കാരും, അതായത് ഇന്ത്യ മുതൽ കൂശ് വരെയുള്ള ദേശക്കാരും ഒരുമിച്ച് ചേർന്നാണ് നിൽക്കേണ്ടത്. ഇനി ഇസ്രയേലിന് അനുകൂലമായിട്ട് ആരായിരിക്കും വരുന്നത്? ദാനും ദദാനും തർസീസ് വർത്തകന്മാരും. തർസീസ് എന്ന് പറയുന്നത് ബ്രിട്ടന് കൊടുത്തിരിക്കുന്ന പേരാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ തർസീസ് എന്നൊരു പദം കണ്ടാൽ അത് ബ്രിട്ടനാണ്. തർസീസ് എന്ന് എബ്രായിയിൽ എഴുതിയാൽ ആ വാക്കിൻ്റെ അർത്ഥം ലെഡ് എന്ന. തർസീസ് എന്ന് പറഞ്ഞാൽ ലെഡ് എന്ന. ബ്രിട്ടാനിക്ക എന്ന പദവും, ബ്രിട്ടൻ എന്നത് വന്നത് ബ്രിട്ടാനിക്കയിൽ നിന്നാണ്. ബ്രിട്ടാനിക്ക എന്ന പദത്തിൻ്റെ അർത്ഥം ലെഡ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുന്ന തർസീസ് ആണ് ഇന്നത്തെ ബ്രിട്ടൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു, അനുമാനിക്കപ്പെടുന്നു. ബ്രിട്ടനും അതിൻ്റെ ബാലസിംഹങ്ങളും അതിൻ്റെ വർത്തകന്മാർ, അതിനുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരും. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ബാലസിംഹങ്ങളെന്ന് പറയുന്ന ബ്രിട്ടൻ, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മുതലായ രാജ്യങ്ങൾ ഇസ്രയേലിനോട് ചേരും. മറ്റ് രാജ്യങ്ങൾ ഇസ്രയേലിന് എതിരായി വരും. അങ്ങനെയായിരിക്കും ഒരു യുദ്ധം ഉണ്ടാകുന്നത്. ഓപ്പണൻസ്, സപ്പോർട്ടേഴ്സ് ഓഫ് ഇസ്രയേൽ അവരും കൂടി ഒരുമിച്ച് വന്നു. എസെക്കിയേൽ പ്രവചനം 38:13 ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ എന്തിനു വേണ്ടിയാണ് അവർ യുദ്ധം ചെയ്യുന്നത്? വാട്ട് വുഡ് ബി ദ പർപ്പസ്? ഈ 3-ാം ലോക മഹായുദ്ധത്തിൽ, ഗോഗ് മാഗോഗ് യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ദാനും ദദാനും അവരുടെ വർത്തകന്മാരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കൊള്ളയിടാനും വെള്ളിയും പൊന്നും അപഹരിച്ചു കൊണ്ട് പോകേണ്ടതിനും അല്ലയോ നീ വരുന്നത് എന്ന് ചോദിക്കും. റഷ്യയുടെ തകർന്നു പോയ സാമ്പത്തിക സാഹചര്യത്തിൽ അവർ ആ സിറ്റുവേഷനെ ഒന്ന് പുനർപ്പണി ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ലോകത്തിലെ 1-ാമത്തെ രാജ്യമായി സാമ്പത്തികത്തിൽ അവർ ഉയരണമെങ്കിൽ, പല കാരണങ്ങളിൽ 1-ാമത്തേത് സാമ്പത്തികത്തിൽ അവർ ഉയരണമെങ്കിൽ അവർക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ധനമുള്ള ഒരു രാജ്യമാണത്. 1966 തോന്നുന്നു. അതെ, 1966 ജൂലൈ മാസത്തിലെ കണക്കനുസരിച്ച്, അന്നത്തെ റീഡേഴ്സ് ഡൈജസ്റ്റ് പരസ്യപ്പെടുത്തിയതനുസരിച്ച്, ചാവുകടലിനകത്ത് കിടക്കുന്ന ധാതുക്കൾ മാത്രമെടുത്താൽ, ചാവുകടൽ എന്ന് പറയുന്നതിന് ഒന്നുകൂടെ ഓർപ്പിച്ചേക്കാം, സോദോം ഗൊമോറയിൽ ദൈവം തീയും ഗന്ധകവും അയച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഗന്ധകം എന്ന് പറയുന്നത് ഒരുപാട് ധാതുവർഗ്ഗങ്ങൾ ചേർന്നാണ്. ഗന്ധകമാണ് അതിലെ ഏറ്റവും പ്രധാനം. ഈ ധാതുവർഗ്ഗങ്ങൾ വീണത് ഇന്നും ചാവുകടലിൽ കിടക്കുക. അതുകൊണ്ടാണ് ചാവുകടലിൽ ഒരു ജീവിക്ക് ജീവിക്കാനൊക്കാത്തത്. ചാവുകടലിൽ ഒരുത്തൻ മുങ്ങാമെന്ന് നോക്കിയാൽ എളുപ്പമല്ല. എന്നെപ്പോലെ നീന്തലറിയാൻ വയ്യാത്ത ഒരുത്തൻ ചാവുകടലിൽ വീണാലും വെള്ളത്തിൻ്റെ മേളിൽ പൊങ്ങിക്കിടക്കുകയുള്ളൂ. ജലത്തിന് അത്രയും സാന്ദ്രതയുണ്ട്. റീഡേഴ്സ് ഡൈജസ്റ്റ് പറഞ്ഞത്, ചാവുകടലിലെ വെള്ളം മാത്രമെടുത്ത് അതിനകത്തെ ധാതുക്കളെ ഒന്ന് എടുക്കാമെന്നുണ്ടെങ്കിൽ അതിനകത്തെ ഡിപ്പോസിറ്റ് 1,270 ബില്യൺ അമേരിക്കൻ ഡോളറാണ്.
അന്ന് 1966 വിലയ്ക്കൊത്തവണ്ണം കേവലം ചാവുകടലിനകത്തെ ധാതുക്കളെ മാത്രം വേർതിരിച്ചെടുക്കാമെങ്കിൽ ലോകത്തിൽ വിറ്റഴിഞ്ഞാൽ 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ് കേട്ടോ. നമുക്ക് എളുപ്പമൊന്നും മനസ്സിലാകത്തില്ല. 1ന്റെ വലത്തുവശത്ത് 18 പൂജ്യം ഇട്ടതാണ് 1 ട്രില്യൺ. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ 2 സ്റ്റാൻഡേർഡ് ഉണ്ട് ലോകത്തിൽ. വിക്കിപീഡിയ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ട്രില്യനും ബില്യനും ഒക്കെ 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷ് സിസ്റ്റത്തെ അനുസരിച്ചാണ് പോകുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ 1 ട്രില്യൺ എന്ന് പറയണമെങ്കിൽ 1ന്റെ വലത്തുവശത്ത് 18 പൂജ്യം ഇടണം. അതാണ് 1 ട്രില്യൺ. അങ്ങനത്തെ 1 ട്രില്യൺ 270 ബില്യൺ ഡോളറാണ് ആ കാണുന്നത്. ഇനിയും എന്ന് പറഞ്ഞാൽ എന്തോ വരുമെന്ന് ഒരാൾ തന്നിരിക്കുന്ന ഒരു കണക്കാണ്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തന്നിരിക്കുന്ന ഒരു കണക്കാണ്. ഇത് മുഴുവനും ഓരോ ഡോളറിൻ്റെ വീതം അമേരിക്കൻ ഡോളർ നോട്ടായിട്ട് മാറുക. 1 ട്രില്യൺ എടുത്ത് അതിനെ 1 ട്രില്യൺ അമേരിക്കൻ ഡോളർ കൊണ്ടുവരിക ഒറ്റ നോട്ടായിട്ട് എടുത്താൽ. എന്നിട്ട് 1ന്റെ മേളിൽ 1ആയിട്ട് അടുക്കി വെച്ചാൽ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോകുന്ന ദൂരത്തിൻ്റെ 4/1 ഉയരം കിട്ടുവാണ്. ഇനി അതൊന്ന് തൂക്കി നോക്കിയാൽ 10 ടണ്ണ് കാണും. 10 ടണ്ണ് അത്രയുമാണ് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ. 1,270 ബില്യൺ US ഡോളറിൻ്റെ വകയാണ് 1960 അവിടുന്ന് മാത്രം ചാവുകടലിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. പിന്നെ ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ റീസൺ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് പർപ്പസ് ടു അവെഞ്ച് ഓർ റിവെഞ്ച് അഗൈൻസ്റ്റ് ഇസ്രയേൽ കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം മറ്റാരുടെ സപ്പോർട്ടില്ലാതെ ദൈവത്തിൻ്റെ സപ്പോർട്ടിൽ മാത്രം ജയിച്ചതാണ്. തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള സാമ്രാജ്യങ്ങളെ നിമിഷ നേരം കൊണ്ട് തറപരിചാക്കിക്കൊണ്ട് പോകുവാൻ ഇസ്രയേലിന് കഴിഞ്ഞു. 1948, 1956, 67, 73, 82 ഈ വർഷങ്ങളിൽ നടന്നതായ യുദ്ധങ്ങളിൽ മുഴുവനും ഇസ്രയേൽ ഇതര രാജ്യങ്ങളെ തോൽപ്പിച്ചതുകൊണ്ട് ലോകത്തിലെ യുദ്ധത്തിൻ്റെ പ്രമാണികൾ എന്നിവർക്കൊരു പേരുണ്ട്. അങ്ങനെ 1ാം സ്ഥാനത്ത് വന്നവനെ ഒന്ന് തോൽപ്പിച്ചാൽ എനിക്ക് ഏറ്റവും പ്രബലനാകാമല്ലോ എന്നൊരു ചിന്ത, ഇവൻ അങ്ങനെ ജയിച്ച് നിൽക്കണ്ട എന്നൊരു അസൂയ, ഇത് രണ്ടുമാണ് രണ്ടാമത്തേത്. 3, 4 ഒന്നും ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ലെന്ന് തൊട്ടേക്കാം. ഭൂമിശാസ്ത്രപരമായി ഇസ്രയേലിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. തമ്മിൽ കണക്ട് ചെയ്യാൻ ഒക്കാത്ത പല രാജ്യങ്ങളുടെയും ഇടയിൽ ഇസ്രയേൽ കിടക്കുന്നതിനാൽ ആ രാജ്യം സ്വന്തമായി പിടിച്ചാൽ, അവിടെ ഒരു ആയുധ ബലമുണ്ടാക്കി വെച്ചാൽ അവിടെ നിന്ന് ലോകത്തോട് യുദ്ധം ചെയ്യുവാൻ കഴിയും, ലോകത്തെ കീഴടക്കാൻ കഴിയുമെന്നതിനാൽ അവരുടെ ജിയോഗ്രാഫിക്കൽ പൊസിഷൻ യുദ്ധത്തിന് വേണ്ടി റഷ്യയെ ഒരുക്കിവിടും. ഇങ്ങനെ പല കാരണങ്ങളാൽ യുദ്ധം ചെയ്യുവാൻ റഷ്യ എഴുന്നേറ്റ് വരും. ലോകമഹായുദ്ധമായി അത് മാറും. ഇതങ്ങോട്ട് വായിച്ചാൽ ഈ 38, 39 അധ്യായങ്ങൾ വായിച്ചാൽ അമ്പും വില്ലും തലക്കോരികയും ധരിച്ച കുതിരപ്പട യുദ്ധത്തിന് വരുന്നു എന്നൊക്കെ അങ്ങോട്ട് വായിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് തോന്നും ഇതൊരു പ്രാചീന യുദ്ധത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, അതൊരു പ്രാചീന യുദ്ധമായിരിക്കുമോ എന്ന്. അല്ല, ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു പ്രസ്താവനയിലേക്ക് ഒരു ഇച്ചിരി കഴിയുമ്പം വരാം. പ്രാചീന യുദ്ധത്തിലേക്ക് പോകുമെന്ന് അദ്ദേഹം ഒരു പദം പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ. അങ്ങോട്ട് ഞാൻ പോകാം. അതിനു മുമ്പേ ഇതൊരു പ്രാചീന യുദ്ധമല്ല എന്നൊന്ന് ഓർമ്മിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഇറ്റ്സ് എ മോഡേൺ വാർ. എസെക്കിയേൽ 38:9 വരുമ്പോൾ എയർഫോഴ്സ് ഇതിനകത്ത് ഇൻവോൾവാണ്. കാരണം ആകാശത്തെ മറയ്ക്കേണ്ടതിന് മഴക്കാറ് പോലെ നീ കടന്നു വരും എന്ന് പറയുന്നുണ്ട്. യുദ്ധവിമാനങ്ങളുടെ നിറം മഴക്കാറിൻ്റെ നിറത്തോട് സാമ്യമാണെന്ന് മറക്കരുത്. ആകാശം മറച്ചു കളയുന്ന ഒരു യുദ്ധമായിരിക്കും ഇതെന്ന് പറയുന്നതിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാണ്. ഞാൻ ഇച്ചിരി ഗൗരവമായി ഇറങ്ങാൻ പോകുകയാണ്. അടുത്തത്, ഇവിടെ ആരോസ് ആൻഡ് ബോസ്, അമ്പും വില്ലും ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ തന്നെയാണ് ഒരു ലോഞ്ചിങ് പാഡിൽ നിന്ന് മിസൈൽ കടന്നു പോകുന്നത്. മിസൈലിനെ കുറിച്ച് അറിവില്ലാതിരുന്ന ഒരു കാലത്ത് ഒരു മിസൈൽ തെറിച്ച് ഉയർന്ന് കളരുന്നത് കണ്ടാൽ വില്ലിൽ നിന്നും അമ്പ് പോകുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മിസൈലിനെ കുറിച്ചല്ലേ, റോക്കറ്റിനെ കുറിച്ചല്ലേ? മിസൈലുകളും റോക്കറ്റുകളും ആയിരിക്കണം ഇത് ചിത്രീകരിക്കുന്നത്. പിന്നെ പരിചകളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന അമ്പ് എനിക്കേക്കാതിരിക്കേണ്ടതിനാണ് ഞാൻ പരിച പിടിക്കുന്നത്.
മിസൈലുകൾ പോയാൽ ആൻറ്റി മിസൈലുകൾ ഉണ്ടെന്നുള്ളത് മറക്കണ്ട. ഇതിന് പരിചയം ഭൂമി കണ്ടുപിടിച്ചിട്ടുണ്ട്. കൗണ്ടർ മെഷേഴ്സ് ഉണ്ട്, കൗണ്ടർ മെഷേഴ്സ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മോഡേൺ യുദ്ധ സമ്പ്രദായമാണ് ഇത് കാണിക്കുന്നത്. ആറ്റമിക് എനർജി ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. ഒരു വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 39-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. 39-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എസെക്കിയേൽ 39-14-15 വാക്യങ്ങൾ. ആറ്റമിക് എനർജി ഉപയോഗിക്കും എന്നതിൻ്റെ സൂചന അവിടെ നമുക്ക് കാണാം. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. നിൽക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കട്ടെ. ഇതിനകത്ത് ശവങ്ങൾ വീഴും. ഗോഗേ, നീ 6 പേരെയും കൊണ്ട് യുദ്ധത്തിന് വന്നാൽ 5 പേരെയും ഇതിനകത്ത് തന്നെ കൊല്ലും. യഹോവയായ ദൈവം ആകാശത്തിലെ പക്ഷികളെയും കാട്ടിലെ മൃഗങ്ങളെയും വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മൃഷ്ടാന്ന ഭോജനം ഒരുക്കാം. തിന്നു കൊഴുത്തവൻ്റെ രക്തം കുടിക്കുവാനും മാംസം തിന്നുവാനും നിങ്ങൾക്ക് വരാം. ഞാൻ ഇവന്മാരെ കൂട്ടിത്തരാൻ പോകുകയാണ്. 6-ൽ 5 ഭാഗം ചത്തു വീഴും. ആ ശവം അടക്കേണ്ടതിന് ഒരു താഴ്വര തന്നെ തിരഞ്ഞെടുക്കും. ശവങ്ങൾ അടക്കി തീർക്കുവാൻ 7 മാസം എടുക്കും എന്ന് കാണാം. ഈ 7 മാസത്തിന് ശേഷം ദേശത്തെ വീണ്ടും ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി ആളുകളെ നിയമിക്കും. താവോട്ട് വായിച്ചു. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ. അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നവർ മറിക്കല്ലേ, ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ വായിച്ചു, അതിനരികെ ഒരടയാളം വെക്കും. അതിനരികെ ഒരടയാളം വെക്കും. വായിച്ചു. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. അടക്കം ചെയ്യുന്നവർ ആ അടയാളം ഉള്ളിടത്ത് ചെന്ന് അസ്ഥി എടുത്തുകൊണ്ട് പോയി അടക്കം ചെയ്യും. ഇതെന്തൊരു തമാശ! ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എന്നെ ഒരു ജോലി കേൾപ്പിച്ചിരിക്കുകയാണ്. ദേശം ശുദ്ധീകരിക്കാൻ വേണ്ടി ഇവിടെ എങ്ങാനും മനുഷ്യ അസ്ഥികളുണ്ടോ, ശവങ്ങൾ കിടപ്പുണ്ടോ എന്ന് തപ്പാൻ ഒരു ജോലിക്ക് വിട്ടിരിക്കുകയാണ് എന്നെ. ഞാൻ പോയി ശവം കണ്ടാൽ, ഒരു അസ്ഥി കണ്ടാൽ ഞാനത് എടുക്കത്തില്ല, അടക്കത്തില്ല. പകരം അതിനെ അടുക്കൽ ഒരു അടയാളം കുത്തും. അതിൻ്റെ പുറകെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, ശവം അടക്കുന്ന ഗ്രൂപ്പാണ് അവർ വന്ന് ഈ അടയാളം കാണുന്നിടത്തൊന്ന് ഈ അസ്ഥി എടുത്ത്, കംപ്ലീറ്റ് ശവമില്ലെന്ന് മറക്കരുത്, ഈ അസ്ഥി എടുത്തുകൊണ്ടേ അടക്കും. എന്തായിരിക്കും കാരണം? ആറ്റമിക് എനർജിയുടെ പ്രഭാവത്താൽ ചത്തുപോയ ഒരാളിൻ്റെ അസ്ഥിക്കകത്ത് ആറ്റമിക് എനർജിയുടെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ആ അസ്ഥിയെ തൊട്ടാൽ, വർഷങ്ങൾക്ക് ശേഷവും ഒരു മനുഷ്യൻ അസ്ഥിയെ തൊട്ടാൽ അവൻ ചത്തിരിക്കും. അവൻ്റെ ശരീരത്തേക്ക് ആറ്റമിക് എനർജി പാസ് ചെയ്യും. അവൻ്റെ അസ്ഥികളിൽ ആറ്റമിക് എനർജി കിടക്കും. ഈ ഭാഗമാണ് എസെക്കിയേൽ വിശദീകരിക്കുന്നത്. 7 മാസം കൊണ്ട് മെയിൻ അടക്ക് കഴിയും. എന്നിട്ട് അതിനുശേഷം ദേശത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആളുകൾ നടക്കും. അങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ തൊടത്തില്ല, തൊട്ടാൽ ഞാനിവിടെ ചാകും. അവിടെ ഒരു അടയാളം കുത്തിയേച്ച് അതിന് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ ഗൗണുകളുള്ളവർ, സ്പെഷ്യൽ വസ്ത്രധാരണങ്ങളുള്ളവർ. അവർ വന്നിട്ട് വേണം ഇതെടുത്ത് അടക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒക്കുകയാണെങ്കിൽ കെമിക്കൽ യുദ്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാനിതൊന്ന് തൊടാൻ നോക്കാം. അവർ വന്നു വേണം ശവമടക്കാൻ. ഇത് ഒരു ആറ്റമിക് എനർജി ഉപയോഗിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആറ്റമിക് ബോംബ് പൊട്ടിത്തെറിച്ചാൽ ഏറെക്കുറെ ഇതുപോലെയായിരിക്കും കാഴ്ച. അവിടുന്ന് ഞാനങ്ങ് മാറുകയാണ്. അതിനടുത്തത് ഗോഗുമാഗോഗ് യുദ്ധത്തിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കും. സക്കറിയ പ്രവചനം 14:12 നോക്കിയാൽ, സക്കറിയ പ്രവചനം 14:12 നോക്കിയാൽ, അന്ന് യഹോവ അവരെ ന്യായം വിധിപ്പാനുള്ള വിധം ഇതാകുന്നു. മനുഷ്യൻ നിൽക്കുമ്പോൾ അവൻ്റെ മാംസം അഴുകിപ്പോകും. അവൻ്റെ കൺതടത്തിൽ അഴുകിപ്പോകും. നിൽക്കുന്ന നിപ്പിൽ അവൻ്റെ നാക്ക് വായ്ക്കകത്ത് അഴുകിപ്പോകും. ഇത് നടക്കണമെങ്കിൽ കെമിക്കൽ വെപ്പൺ കൊണ്ടേ ഒക്കത്തുള്ളൂ. ആ യുദ്ധത്തിൽ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചിരിക്കും, ആറ്റമിക് വെപ്പൺസ് ഉപയോഗിച്ചിരിക്കും. മുന്നോട്ട് ഞാൻ വരാൻ പോകുകയാണ്. വെപ്പണുകൾക്ക് ഉപയോഗിക്കുന്ന കവർ, ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന കവർ, എസെക്കിയേൽ പ്രവചനം 39:9, അതും കൂടെ ഒന്ന് വായിക്കാമോ പ്ലീസ്? 39:9. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ ആയുധങ്ങൾ എടുത്ത് അവർ തീ കത്തിക്കും. എത്ര വർഷമാണ്? 7 വർഷം. അവർ കാട്ടിൽ നിന്ന് മരം വെട്ടാതെ വേറൊരു സോഴ്സിലേക്ക് പോകാതെ ഈ ആയുധങ്ങൾ കൊണ്ട് തന്നെ തീ കത്തിക്കും. ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കാൻ നോക്കുന്നതാണോ? നമുക്കറിയാൻ വയ്യാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇനി ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങി. ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്ന ട്രഡീഷണൽ സ്റ്റാൻഡേർഡിലല്ല. തൻ്റെ ലാസ്റ്റ് ലൈനിൽ ഇടത്തെ അറ്റത്ത്
ലിഗ്നോസ്റ്റോൺ എന്നൊരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിക്ഷണറികളിൽ പോലും ഈ പേര് ആയിട്ടില്ല, കാര്യം ഇപ്പം തുടങ്ങുന്നതേ ഉള്ളൂ. ലാമിനേറ്റഡ് ഡെൻസിഫൈഡ് വുഡ് എന്നാണ് സംഭവം, സത്യം. ഈ പ്രത്യേക തടി കൊണ്ടായിരിക്കും ഇനി ആയുധങ്ങളുടെ ഔട്ടർ കവറിങ് ഉണ്ടാക്കുന്നത്. കാരണം അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന മിസൈലുകൾ അന്തരീക്ഷവായുവുമായുള്ള ഫ്രിക്ഷനിൽ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ഏറ്റവും കുറഞ്ഞ എനർജി കൊണ്ട് യാത്ര ചെയ്യേണ്ടതിന് ഏറ്റവും ബലമുള്ള, സ്റ്റീലിനേക്കാളും ബലമുള്ള ഒരു മെറ്റീരിയലാക്കി ഇതിനെ മാറ്റുവാൻ കഴിയും. പക്ഷേ ഇത് തീ കത്തുന്നതാണ്. ഇത് ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കവറുകൾ തീ കത്തിക്കുവാനായി ഉപയോഗിക്കാം. മിസൈലുകളുടെയും വെടിയുണ്ടകളുടെയും എല്ലാം കവറുകൾ തീ കത്തിക്കുവാനായി ഉപയോഗിക്കാവുന്നതാണ്. വെപ്പൺ കവേഴ്സ് അത് ഉപയോഗിക്കുവാൻ കഴിയും. ഇനിയും തൻ്റെ ഈ ഒരു ചിത്രം ജസ്റ്റ് ഒന്ന് കണ്ടോണം. ആറ്റമിക് എനർജി ഉപയോഗിച്ച് ആറ്റം ബോംബുകളാൽ കൊല്ലപ്പെടുന്ന ആളുകൾ അവരുടെ അസ്ഥികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സജ്ജീകരണങ്ങൾ ഉള്ളവരാണ് പോകുന്നത്. അവരുടെ കൈകളിലും ഗ്ലൗസ് ഉണ്ട്. സത്യത്തിൽ ഇത് കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുന്നവരുടെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മറ്റേതും ഇതുപോലെ തന്നെ ഇരിക്കും. കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അവരുടെ വസ്ത്രധാരണ രീതി. അവർക്ക് ശ്വസിക്കാനൊക്കത്തില്ല, നമ്മെപ്പോലെ ശ്വസിക്കാനൊക്കത്തില്ല, നമ്മെപ്പോലെ കാണാനൊക്കത്തില്ല. കണ്ണ്, നാക്ക് ഇതിനെയെല്ലാം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ശ്വാസോച്ഛ്വാസം വരെ നിയന്ത്രിക്കുന്നതാണിത്. അതുകൊണ്ടായിരിക്കും പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത്. ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചവരാണ് അസ്ഥികൾ അടക്കാൻ വേണ്ടി പോകുന്നത്. ഗോഗുമാഗോഗ് യുദ്ധത്തിൻ്റെ അടുത്ത പ്രത്യേകത ദൈവം തന്നെ ഇറങ്ങി യുദ്ധം ചെയ്യുക. ദൈവം തന്നെ ഇറങ്ങി യുദ്ധം ചെയ്യുകയാണ് ഗോഗുമാഗോഗ് യുദ്ധത്തിൽ. എസെക്കിയേൽ 38:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ, ബീസ്റ്റ്, ഫൗൾസ്, പറവകൾ, മനുഷ്യന്, മൃഗങ്ങൾ, പറവകൾ, ഫിഷസ്, മത്സ്യങ്ങൾ, ഈ ക്രീപ്പിംഗ് തിങ്സ്, ഇഴഞ്ഞു നടക്കുന്ന ഇഴജാതികൾ, ഇവയെ മൊത്തം ഞാനൊന്ന് കുലുക്കും. ഇവിടെ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചേക്കാം. ആദമിനെ ദൈവം ആദ്യമേ ഏദനിലാക്കുമ്പോൾ ഇത്രയും പുള്ളികളെ അടക്കി വാഴാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വിട്ടത്. ആദമിനെ കൊണ്ട് ഒത്തില്ല. അന്ത്യത്തിൽ തമ്പുരാൻ പറഞ്ഞു, വാ, 3-ാം മഹാലോക യുദ്ധത്തിൽ വാ, ഇത്ര എണ്ണത്തെ ഞാനൊന്ന് കുലുക്കാൻ പോവാ, ഇത്ര എണ്ണത്തെ ഞാനൊന്ന് ഇളക്കും. ദൈവമായി ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കാൻ പോകുകയാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് ഇന്നത്തെ അത്രയും മനസ്സിലാകുന്ന ഒരു കാലം മലയാളിക്ക് കുറവാണ്. കാര്യം കേരളം കണ്ടുകൊണ്ടിരിക്കുക, എങ്ങനെയോ നമ്മളും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ പറയുന്നത് നേച്ചർ വിൽ ഫൈറ്റ്, മൗണ്ടൻസ് വിൽ കൊളാപ്സ്. വലിയ പർവ്വതങ്ങൾ ഉരുളു പൊട്ടുമെന്നൊക്കെ പണ്ട് പറഞ്ഞാൽ എത്രയാണെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ലായിരുന്നു. ഇന്ന് മനസ്സിലായി തുടങ്ങി. 3-ാം ലോക മഹായുദ്ധം ജാതികൾ ഒരിടത്ത് കിടന്ന് തല്ലുമ്പോൾ തമ്പുരാൻ പറഞ്ഞ്, എൻ്റെ ഭാഗം ഞാനിവിടെ ചെയ്തേക്കാം, സകല മനുഷ്യനെ ഒന്നിളക്കാം. അതിൻ്റെ കൂടെ തേണ്ടി വൻ മലകളുണ്ടല്ലോ, കേരളത്തിൽ പൊട്ടിന്ന് വരുന്ന കൊച്ചുരുളുകളും കുന്നുകളും ഒക്കെയാ. ഹിമാലയം പോലുള്ള വൻകിട പർവ്വതങ്ങൾ ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് തരാം, പിടിച്ചോ. ഉരുൾപൊട്ടൽ സ്റ്റാർട്ട് ചെയ്യും, മലകൾ ഇളകുന്നത് കാണാം. മാത്രമല്ല ദ ഗ്രേറ്റ് ഹെയിൽ സ്റ്റോംസ്, വലിയ ആലിപ്പഴം പെയ്യാൻ തുടങ്ങും. മഴ പെയ്തിട്ട് സ്ഥിതി നമുക്കറിയാവുന്നതാ. വലിയ കൊടുങ്കാറ്റടിക്കുവാൻ തുടങ്ങും. മാത്രമല്ല എപ്പിഡമിക് വെസ്റ്റൈൽസ്, ഒരുപാട് ക്ഷുദ്രജീവികൾ ഇറങ്ങാൻ തുടങ്ങും. എപ്പിഡമിക് സ്റ്റാർട്ട് ചെയ്യും, പകർച്ചവ്യാധികൾ സ്റ്റാർട്ട് ചെയ്യും. സകലതും കൊണ്ട് വലയുന്ന ഒരു കാലഘട്ടമാകും. അന്നാണ് രക്തവും പുകത്തൂണുമൊക്കെ കാണുന്ന ഒരു വല്ലാത്ത സംഭവത്തിലേക്ക് നടക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്ന ഒരു പദം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഒന്ന് പറയാമെന്ന്. അദ്ദേഹം പറഞ്ഞു, 3-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. വായിക്കാമോ? 3-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ 4-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഞാൻ പറയാം. കുറുവടിയും കല്ലും, വേറൊന്നും കാണുകയില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാചകങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാരിൽ പ്രമാണി. അർമഗദോൻ യുദ്ധത്തെയാണ് അത് ചിത്രീകരിക്കുന്നത്. അർമഗദോൻ യുദ്ധം നടക്കുമ്പോൾ ഈ ആയുധം ഒന്നും കാണത്തില്ല, പകരം കുറുവടിയും കല്ലുമേ കാണത്തുള്ളൂ. മറ്റായുധങ്ങൾ മുഴുവൻ മുമ്പേ തീർന്നിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആശയമാണ്. അതിനെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം പറയുന്നത് കേൾക്കണോ? എൻ്റെ വായിലെ ശ്വാസത്താൽ ഞാൻ അവനെ ഒതുക്കും, എൻ്റെ വായിലെ ശ്വാസത്താൽ ഞാൻ അവനെ ഒതുക്കും. മറ്റായുധങ്ങളുടെ കാര്യമില്ല. അത് അന്തിമ യുദ്ധമായിരിക്കും. എൻ്റെ ഇച്ചിലൂടെ മുന്നോട്ട് പോട്ടെ. ഈ പദം ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ രാജാവ് ആരായിരിക്കണം? അത് ദൈവമായിരിക്കണം.
ഞാൻ ഏത് സാമ്രാജ്യം പ്രൊപ്പഗേറ്റ് ചെയ്യും അത് ദൈവ സാമ്രാജ്യമായിരിക്കും. പക്ഷേ സാത്താൻ പറഞ്ഞു, ഇല്ല പിള്ളേരെ, ഞാൻ നിങ്ങളെ വിടത്തില്ല, നിങ്ങൾ എൻ്റെ പുറകെ വന്നേ മതിയാകൂ, എൻ്റെ സാമ്രാജ്യം നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ രാജ്യം വരണേ എന്ന് പ്രാർത്ഥിര്. ഇതിനേക്കാളൊക്കെ കൂടുതൽ എവിടെ കൊണ്ട് വിശദീകരിക്കാനാ? ഇത്രയും ദൈവവചനം ലഭിക്കുന്ന സഭകളും ആളുകളും കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര ആഴത്തിൽ പോകുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ. ഞാൻ എന്നെ തന്നെ പിശാചേ നിനക്ക് തരത്തില്ല, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളും. ദ ആൻഡ് ക്രൈസ്റ്റ് വൺ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് മാറാൻ പോകുകയാ. ഇന്ന് അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, തീർക്കണമെന്ന് ഞാൻ ഓർത്തു, സാധിക്കത്തില്ല. വൺ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് മാറാൻ പോകുകയാ. മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, ഞാൻ പറഞ്ഞു, ആറ്റമിക് എനർജി ഒരു വശത്തൂടെ, ആറ്റമിക് വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ് വേറൊരു വശത്തൂടെ, പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്, കുന്നുകൾ ഇളകി മറിയുകയാ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയാ. സകല യുദ്ധവും കൂടെ ഒരുമിച്ച് വന്നതോടെ മനുഷ്യൻ ഗതികെട്ടു. 6-7 വർഷം അടുത്താണ് യുദ്ധം. 1-2 ദിവസമല്ല, തകർന്നു. അവർ പറഞ്ഞു, ഇനിയും നമുക്ക് ഇങ്ങനെ പോകാൻ ഒക്കത്തില്ല, നമുക്കൊരു ലോക ഗവൺമെൻറ് ആവശ്യമാണ്. 2 രാജ്യങ്ങളുള്ളത് കൊണ്ടല്ലേ യുദ്ധം ചെയ്യുന്നത്. ഒറ്റ രാജ്യമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്കൊരു ഒറ്റ രാജ്യം മതി. പക്ഷേ അതോടുകൂടെ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യും. ആ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുകയും 666 എന്ന് അവൻ്റെ മുദ്ര കൊണ്ടുവരികയും ചെയ്യും. ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല, അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ പോയിരിക്കും. അവൻ്റെ 666 എന്ന മുദ്ര കൊണ്ടുവന്നിരിക്കും. അവൻ്റെ സംസ്കാര രീതികൾ കൊണ്ടുവന്നിരിക്കും. അവൻ്റെ വസ്ത്രധാരണ രീതികൾ കൊണ്ടുവന്നിരിക്കും. അവൻ്റെ കോമൺ കറൻസി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കും. ഇല്ല, എല്ലാം പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കാർഡുകളായിരിക്കും. എല്ലാം കോമൺ ആക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എതിർ ക്രിസ്തു വരും. അവനെ നമ്മൾ അംഗീകരിക്കും. ഞാൻ 1-2 സ്ലൈഡ് കാണിച്ച് നിർത്തുകയാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം തരുന്ന ഒരു ചിത്രം ഇതാണ്. എതിർ ക്രിസ്തു ഇതായിരിക്കും. ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു വ്യക്തിയല്ല. ഐ റിപ്പീറ്റ്, ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു വ്യക്തിയല്ല. ലോകസ്ഥാപനത്തിന് മുന്നേ മുതൽ ഞാൻ ഭരിക്കുമെന്ന് വാദിക്കുന്ന ആ പൈശാചിക സിസ്റ്റമാണത്. ഇതിനെ ഡയോക്ലിഷ്യനുമായി ബന്ധപ്പെടുത്തി എവനാണ് എതിർ ക്രിസ്തു എന്ന് വാദിച്ച ഒരു കാലമുണ്ട്. കാര്യം ആ കാലത്ത് അവൻ കൊടും നാശം വിതച്ചവനാണ്, ദൈവജനത്തോട് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തവനാണ്. AD 303 ഒക്കെ അവൻ നടത്തിയ 300കളിൽ അവൻ നടത്തിയതായ ആ ഭീകര പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് എവനായിരിക്കും അന്തിക്രിസ്തു, എതിർ ക്രിസ്തു എന്ന് അനേകർ പറഞ്ഞു. പിന്നത്തേതിൽ ഹിറ്റ്ലറായിരിക്കും എതിർ ക്രിസ്തു എന്ന് അനേകർ പറഞ്ഞു. കാരണം ഹിറ്റ്ലറും അതുപോലെ ദോഷം ചെയ്തവനാണ്. പക്ഷെ തിരുവചനത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ ഇതൊന്നുമല്ല അന്തിക്രിസ്തു ഒരു സിസ്റ്റമാണ്, എതിർ ക്രിസ്തു ഒരു സിസ്റ്റമാണ്. ഇത് ലോകസ്ഥാപനത്തിന് മുന്നമേ മുതൽ ഞാൻ ഭരിക്കുമെന്ന് പ്ലാൻ ചെയ്തതാണ്. ഒരു ക്രിസ്തു ഉണ്ടെങ്കിൽ ഒരു എതിർ ക്രിസ്തുവും എഴുന്നേറ്റ് വരും. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചെയ്യാം, ഞാൻ ആരെ അനുസരിക്കും, ആരെ സേവിക്കും, ഞാൻ ഏത് രാജ്യത്വത്തെ പ്രസിദ്ധീകരിക്കും? പൈശാചിക സാമ്രാജ്യമോ? നോ നോ നോ, ഞാൻ ദൈവിക സാമ്രാജ്യത്തെ പ്രസിദ്ധീകരിക്കും. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ. കർത്താവേ, എൻ്റെ സംസ്കാരത്തിൽ, എൻ്റെ ഇടപെടലിൽ, എൻ്റെ വസ്ത്രധാരണത്തിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ രീതിയിൽ ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കുന്നവനാകുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുസഭ മധ്യാകാശത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ ഈ ഭൂമിയിലെ തകർച്ചയിൽ കിടക്കുവാൻ ഞാൻ ഇല്ല കർത്താവേ, ഞാൻ അങ്ങയുടെ പക്കലേക്ക് വരികയാണെന്ന് പറയുവാൻ ഒരു തീരുമാനം നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കേൾവിക്കാരായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവരെ പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുക. എന്നവർക്കൊരു ദൈവകൃപ പകരണം, ദൈവകാരുണ്യം അവരുടെ മേൽ കാണണമേ. അടിയങ്ങളൊരു പുതു തീരുമാനത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയാകണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.